പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോ. ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരേയൊരു അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് ജനുവരി 30-ാം തീയതിയുള്ള ബെയിൽ ആപ്ലിക്കേഷനാണ്. മുൻകൂർ ജാമ്യാപേക്ഷ ശ്രീനാഥ് പ്രതാപനും ഹൈക്കോർട്ടിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 30-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. EDയുടെ റിപ്പോർട്ടിന് വേണ്ടിയാണ് ഹൈക്കോർട്ട് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 30-ലേക്ക് മാറ്റിയത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിനോടുകൂടി കൂട്ടി വായിക്കേണ്ടതാണ്. EDയുടെ കഴിഞ്ഞ 25-ാം തീയതി പുറപ്പെടുവിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം തികച്ചും 100% ഒരു പോൺസി സ്കീമാണ്, 100% മണി ചെയിൻ മാതൃകയിലുള്ള ഒരു MLM സ്കീമാണ് ഹൈറിച്ച് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും അതുപോലെ മറ്റ് OTTക്കും അങ്ങനെയുള്ള പല വഴികളിൽ കൂടി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു വലിയ തുക തന്നെ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ ഈ റിപ്പോർട്ടിനെ ഹൈക്കോർട്ട് പരിഗണിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഇവർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാലും ഇപ്പോഴും പല ലീഡർമാരും EDയുടെ ഈ അന്വേഷണത്തെയും അതുപോലെ EDയുടെ റിപ്പോർട്ടിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടും പുച്ഛത്തോടെയൊക്കെ സംസാരിക്കുന്നത് കണ്ടു. ഇതിൻ്റെ രണ്ട് നിയമവശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ആ EDയുടെ റിപ്പോർട്ട് 25-ാം തീയതി സമർപ്പിച്ച റിപ്പോർട്ട്, ഇത് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം ഹൈക്കോർട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈക്കോർട്ടിൽ ഈ ഒരു റിപ്പോർട്ട് എത്തുന്ന സമയത്ത് ഒരു സാധ്യതയും അവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ അനുവദിക്കാൻ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഏതൊരു സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ ഒരു റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. ആ വായിച്ചിട്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രം ഞാൻ നിങ്ങളുമായി സംവദിക്കുകയാണ്. അതിൽ രണ്ടാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതാണ്: ദ സെർച്ച് ഓപ്പറേഷൻ വാസ് കണ്ടക്റ്റഡ് അറ്റ് ദ പ്രിമിസസ് ഓഫ് മിസസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ്, സ്മാർട്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് associated company situated in Capital Art Business Spaces, Nirviseri, Arattupuzha PO, Thrissur, on 23 January 2024 and 24 January 2024. 2 ദിവസമാണ് അവർ ഒരു സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത് എന്ന് നമ്മൾ അറിയണം. During this course of search, the Chief Operating Officer and Marketing Manager of Mrs. Highrich Smartech Private Limited, Mrs. Highrich Online Shopping Private Limited, ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റഡ് കമ്പനീസ്, അവരുടെ കമ്പനികളുമായി അസോസിയേറ്റഡ് ആയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, എനിക്ക് തോന്നുന്നത് അത് കുരുവിള എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കും, അവരവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ പരിശോധന നടത്തിയത്. വിത്ത് ദ ഫാക്ട്സ് റിഗാർഡിംഗ് ദ ഇറഗുലാരിറ്റീസ് കമ്മിറ്റഡ് ബൈ ദം, അവർ നടത്തിയിരിക്കുന്ന ഇറഗുലാരിറ്റീസ്, അനിയന്ത്രിതമായ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്ന് ഒരു പ്രഥമ ദൃഷ്ട്യാ പരിശോധനയിൽ കണ്ടെത്തിയതിന് ശേഷം, അന്വേഷണത്തിൽ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ED ഒരു സ്ഥാപനത്തിലേക്ക് റെയ്ഡിനൊക്കെ വേണ്ടിയിട്ട് വരിക. സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നേരെ വന്ന് റെയ്ഡ് നടത്തുന്ന ഒരു പരിപാടി ഒരിക്കലും ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നേരെ വന്ന് അങ്ങനെ ഒരു പരിശോധന നടത്തുന്ന ഒരു പരിപാടിയൊന്നും ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യില്ല. അവർ അത് പ്രഥമ ദൃഷ്ട്യാ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ED എപ്പോഴും പരിശോധനയ്ക്ക് വരിക. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പോലും ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനോടുകൂടി കൂട്ടി വായിക്കണം. ഇറഗുലാരിറ്റീസ് കമ്മിറ്റഡ് ബൈ ദം ആൻഡ് ഒബ്റ്റൈൻഡ് പ്രീക്യൂനറി അഡ്വാൻറ്റേജ് ദെയർബൈ ചീറ്റഡ് പബ്ലിക് ആൻഡ് ഒബ്റ്റൈൻഡ് പ്രീക്യൂനറി അഡ്വാൻറ്റേജ് മീൻസ് സാമ്പത്തികമായ ഗുണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബൈ ചീറ്റഡ് പബ്ലിക്, പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് സാമ്പത്തിക ഗുണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലതരത്തിലുള്ള ഇറഗുലാരിറ്റീസ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. ടു ദ ട്യൂൺ ഓഫ് ₹1,157.32 crores collected by Mrs. Highrich Online Shopping Private Limited from the public as membership fee from members by attracting them into a fraudulent MLM scheme and recorded as purchase consignment advance in the books of account for financial year 2023-24, and no satisfactory explanation could be produced by them during examination. അവിടെ എത്ര ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അവർ ഇത്തരത്തിലുള്ള ഇറഗുലാരിറ്റീസ് നടത്തി എന്തിനു വേണ്ടിയാണ്? പ്രീക്യൂനറി അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി, സാമ്പത്തികമായ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഏതിൽ നിന്ന്? ഫ്രം ജനറൽ പബ്ലിക് ബൈ ചീറ്റഡ് ദം.
അവരെ വഞ്ചിച്ചുകൊണ്ട് ഏത് തരത്തിൽ ഫ്രോഡുലന്റ് MLM സ്കീം, ഒരു തെറ്റായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീം നടത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിച്ച് അവരിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ആൻഡ് നോ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദം ഡ്യൂറിങ് ദ എക്സാമിനേഷൻ. അപ്പോൾ അവിടെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉണ്ട്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഗുരുവില എന്ന് പറയുന്നവർ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കൃത്യമായ എക്സാമിനേഷന് കൃത്യമായ ഉത്തരങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടി സാധിച്ചില്ല. മണി കളക്റ്റഡ് ഹാസ് ബീൻ മേജർലി യൂട്ടിലൈസ്ഡ് ഫോർ റീഡിസ്ട്രിബ്യൂഷൻ ടു മെമ്പേഴ്സ് ആസ് ഇൻസെൻറ്റീവ് കമ്മീഷൻ ഇൻ ടിപ്പിക്കൽ പോൺസി സ്കീം ഫോർമാറ്റ്. എത്ര ക്ലിയർ ആണ് നോക്കുക അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഫോർ ദ റീഡിസ്ട്രിബ്യൂഷൻ ടു ദി ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്മീഷൻ ആൻഡ് ഇൻസെൻറ്റീവ് ഇൻ ടിപ്പിക്കൽ പോൺസി സ്കീം ഫോർമാറ്റ്. സാധാരണഗതിയിലുള്ള പോൺസി സ്കീം ഫോർമാറ്റ് മുഖാന്തരം പണത്തിന് ഈ സ്വരൂപിച്ചിരിക്കുന്ന പണത്തിലെ വലിയൊരു പോർഷനും അവരെന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ജനങ്ങൾക്ക്, ഇതേ ആൾക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ മണി ചെയിൻ തന്നെയാണ് കമ്പനി നടത്തിയിരിക്കുന്നത് എന്ന് ഒരു സംശയത്തിന് പോലും ഇട നൽകാതെയാണ് ED അവരുടെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി മുഖാന്തരം ടോക്കൺ വിൽ ബി അലോട്ടഡ് ടു ദ കസ്റ്റമർ ആൻഡ് ഹി ക്യാൻ ട്രേഡ് ദം ഇൻ അവർ എക്സ്ചേഞ്ച് യൂസിങ് ടോക്കൺ. ആ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള രീതിയിൽ ക്രിപ്റ്റോ കറൻസി മുഖാന്തരം വലിയൊരു തുക സ്വരൂപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടിൽ ഡേറ്റ് നോ എക്സ്ചേഞ്ച് ഈസ് ഫോംഡ് സോ ആൻഡ് വി ആർ ഓൺ ദ പ്രോസസ്. അപ്പോൾ ഇപ്പോഴും അവർ അതിൽ പറഞ്ഞിരിക്കുകയാണ്, ഇതുവരെ എന്നാൽ അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ചും ഈ ടോക്കൺ മുഖാന്തരം നടത്തിയിട്ടില്ല. ക്രിപ്റ്റോ എന്ന് പറയുന്ന സംഭവം അവർ ഇതുവരെ പുറത്തിറക്കിയിട്ട് പോലില്ല, ഇപ്പോഴും അണ്ടർ പ്രോസസ്സാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി ഇപ്പം നമ്മൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഇതുവരെ അവർ യാതൊരു തരത്തിലുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അവരുടെ 212 കോടിയിൽ അധികം രൂപ ഇവിടെ സ്വത്തുക്കൾ മുഴുവൻ കമ്പനി ഫ്രീസ് ചെയ്തതായി, എല്ലാ അക്കൗണ്ടുകളുടെയും FDയും അതുപോലെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസും ഒക്കെ അവർ ഫ്രീസ് ചെയ്തതായി, ED ഫ്രീസ് ചെയ്തതായിട്ടുള്ള ഉത്തരവടക്കമുള്ള റിപ്പോർട്ട് നമുക്കിപ്പോൾ പബ്ലിക്കിൽ അത് അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോഴും ഈ റിപ്പോർട്ടിനെ കുറിച്ച് പോലും വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കമ്പനിയിലെ പല ലീഡർമാരും സാധാരണ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇനിയെങ്കിലും ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. കമ്പനിയെ സംബന്ധിച്ച് കമ്പനി ചെയ്യേണ്ടത് ഇതിനെതിരെ ഒരു പരാതി കൊടുക്കുക. നമ്മുടെ കമ്പനി സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, എന്നാൽ ആ കമ്പനിയെ വല്ലാതെ രീതിയിൽ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കമ്പനിക്ക് ഹൈക്കോർട്ടിലും അതുപോലെ സെഷൻ കോർട്ടിലൊക്കെ കേസ് കൊടുത്ത് വാദിക്കാവുന്നതാണ്. എന്നാൽ കമ്പനി ഇതുവരെ അതിനുള്ള യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും നടത്തിയിട്ടില്ല എന്നുള്ളത് ആശ്ചര്യകരമാണ്. കാരണം അവർക്ക് തന്നെ അറിയാം ഇതൊരു മണി ലോണ്ടറിങ് സ്കീമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസിന് പോയാൽ നമ്മൾക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ലീഡർമാർക്കും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തയാഴ്ച വാദമുണ്ട്, നമ്മൾ അടുത്തയാഴ്ച സുപ്രീം കോർട്ടിലേക്ക് പോകും, അതുപോലെ നമ്മൾ അടുത്തയാഴ്ച ഹൈക്കോർട്ടിലേക്ക് പോകുന്നുണ്ട്, സെഷൻ കോർട്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ജനങ്ങളെ വെറുതെ ഇപ്പോഴും പറഞ്ഞു പറ്റിക്കുക. ഇന്ന് പോലും അവർ സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അത് വളരെ കാര്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ലീഡർമാർ പലരും സൂം മീറ്റിങ്ങിലൊക്കെ വന്ന് വളരെ വലിയ രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ഗ്രൂപ്പുകളിൽ ഓരോ ദിവസത്തെയും സീലിംഗ് അച്ചീവേഴ്സിൻ്റെ ലിസ്റ്റ്, ഇന്നിപ്പോൾ രാവിലെ ഇന്നലത്തെ സീലിംഗ് അച്ചീവേഴ്സിൻ്റെ ലിസ്റ്റ് 47 പേരോ മറ്റോ ഇന്നും അവരുടെ സീലിംഗ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തയും അതുപോലെ അതിൻ്റെ കട്ടിങ്ങൊക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. പറഞ്ഞിരിക്കുന്ന പോൺസി സ്കീം അതേ രീതിയിൽ തന്നെ സ്ഥാപനം അവർ പണം പിരിക്കുന്നു എന്നുള്ളത്, പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പണം പിരിക്കുന്നു. ആ പണം തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലീഡർമാർ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇപ്പോഴും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഈ കമ്പനിയിൽ സംഭവിച്ചിട്ടും ലീഡർമാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു പോൺസി സ്കീമിൽ ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്ന സമയത്ത് കൃത്യമായി അവിടെയുള്ള നിയമം എന്ന് പറയുന്നത് അതിൻ്റെ റൂൾ 12(13) ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്.
അവിടെയുള്ള റൂൾ പ്രകാരം കമ്പനിയുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് ആ അറ്റാച്ച് ചെയ്ത സ്വത്തുക്കളിൽ നിന്ന് എത്ര രൂപയാണോ കിട്ടുന്നത് ആ തുക എക്സ്റ്റേണൽ ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ബഡ്സിന്റെ കീഴിലുണ്ട്. പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ് മണി ചെയിൻ കമ്പനിയിൽ നിന്ന് പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് പോയി എന്നൊക്കെയുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. എന്നാൽ ബഡ്സ് ആക്ട് അങ്ങനെയല്ല എന്നുള്ള കാര്യം സാധാരണക്കാരായ ജനങ്ങൾ നിങ്ങൾ അറിയുക. നിങ്ങളുടെ ലീഡർമാർ ഇപ്പോഴും പറയുക നിങ്ങൾ കേസ് കൊടുത്തതുകൊണ്ടോ നിങ്ങൾ അതിൻ്റെ ലീഗൽ നടപടികളിൽ പോയതുകൊണ്ടോ നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടും നിങ്ങളുടെ അജ്ഞതയെ അവർ മുതലെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് തന്നെ കോടതിയുമായി സമീപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വേണ്ടത്. ഇപ്പോഴും ഇതിൻ്റെ കീഴിൽ വന്ന് നമ്മുടെ വീഡിയോയ്ക്ക് കീഴിൽ വന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവരോട് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ്, ഒരു ആൻറ്റി മണി ചെയിൻ ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇനിയും നമ്മൾ ആ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തോടോ പ്രതാപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടോ അല്ല. അതുപോലെ ഇതിൽ പണം മുടക്കിയിരിക്കുന്ന ആൾക്കാരോട് സത്യത്തിൽ സഹതാപമാണ് നമുക്കുള്ളത്. അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വേദനകളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അറിയുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എത്രയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു മാർഗം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പണത്തെക്കുറിച്ച് കോടതിയിൽ ഒരു കേസ് അല്ലെങ്കിൽ അവിടത്തേക്കൊരു റിട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗം. ലീഡർമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിന്റ് വളരെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിയിരിക്കുന്ന ഈ ഒരു സ്കാം എന്ന് പറയുന്നത് ഒരു വളരെ ക്ലിയറായി വളരെ മൈന്യൂട്ടായി ഒരു ലോഞ്ച് ചെയ്തെടുത്ത ഒരു പരിപാടിയാണ്. കാരണം സാധാരണ ഇത്തരത്തിലുള്ള ബഡ്സ് ആക്ടിൻ്റെയോ മണി ചെയിൻ്റെയോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള CEO അല്ലെങ്കിൽ MD മാത്രമായിരിക്കും ഇതിൽ കൊടുക്കുക. ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് എല്ലാവരെയും പാർട്ട്ണർമാരാക്കിയിരിക്കുകയാണ്. അതായത് ഇവരുടെ ലീഡർമാർ എന്ന് പറയുന്ന കോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ലീഡർമാരുണ്ട്. ആ ലീഡർമാരെയൊക്കെ ഇവർ പാർട്ട്ണർമാരാക്കി എടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ആൾക്കാർ ചേർന്ന് കൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർമാർക്ക് യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടി കഴിയില്ല. അവരുടെ സ്വത്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ബഡ്സ് ആക്ടിൻ്റെ കീഴിലുണ്ട്. ഹൈറിച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലീഡർമാരുടെ അക്കൗണ്ട് ത്രൂ ആണ് കമ്പനിയിലേക്ക് പിൻ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ ഒരാൾ ചേരുകയാണെങ്കിൽ അത് ലീഡറുടെ കയ്യിൽ ഒരുപക്ഷെ കറൻസി ആയിട്ട് പണമായിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലീഡറെ സംബന്ധിച്ച് ഈ പണം കമ്പനിക്ക് അയക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം എന്താ വെച്ചാൽ കമ്പനിയിൽ നിന്ന് ആ ലീഡർക്ക് ആ മാസം കിട്ടേണ്ടുന്ന കമ്മീഷൻ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് കിട്ടേണ്ടുന്ന തുക, ആ തുക കഴിച്ച് ബാക്കി മാത്രമേ കമ്പനിയിലേക്ക് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് ഒരു പക്ഷേ 1 ലക്ഷം രൂപ ഒരു പുതിയൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 50,000 തുക മാത്രമേ കമ്പനിയിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. കാരണം ബാക്കിയുള്ള 50,000 ഈ ലീഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇനി കേസ് വരുന്ന സമയത്ത് എല്ലാ ലീഡർമാർക്കെതിരെയും കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ലീഡർമാർക്ക് നന്നായിട്ട് അറിയാം. കാരണം പണം കൈകാര്യം ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇതിലെ പ്രധാനപ്പെട്ട ലീഡർമാരാണ്. കോടിക്കണക്കിന് രൂപ ലീഡർമാരുടെ കൈവശം മുഖാന്തരമാണ് കൈമറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കേസ് വരുമ്പോൾ എല്ലാ ലീഡർമാരും കുടുങ്ങുമെന്ന് കമ്പനിയുടെ MDയും പ്രതാപനും ഒക്കെ വ്യക്തമായ രീതിയിൽ പറഞ്ഞ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലീഡർമാർ എല്ലാവരും ഇപ്പോൾ വെപ്രാളത്തോടു കൂടി സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിനെ, സാധാരണക്കാരായ ജനങ്ങളെ ഇപ്പോഴും എല്ലാ ദിവസവും സൂം മീറ്റിങ്ങിലൊക്കെ മോട്ടിവേഷനും പ്രചോദനം നൽകാനൊക്കെ വരുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ഒരു ഇത്തരത്തിലുള്ള മണി ചെയിൻ കമ്പനിയാണെങ്കിൽ ലീഡർമാരൊക്കെ ഇതിന് ഇട്ട് പോവേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ലീഡർമാർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് ഇനി കേസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ലീഡർമാർ മുതൽ മുകളിലോട്ടാണ് നിങ്ങളുടെ പണം അപഹരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. പല നിയമവിദഗ്ധരും ലീഗൽ എക്സ്പേർട്സും പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ തോന്നുന്ന പോലെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് നമ്മളെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അങ്ങനെ കിട്ടിയ പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തുക തിരിച്ചു കിട്ടണമെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയോടോ യാതൊരു തരത്തിലുള്ള ദേഷ്യമോ വെറുപ്പോ നമ്മൾക്ക് ആർക്കുമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിലാണോ പണം കൊടുത്തിരിക്കുന്നത് അവർ മുഖാന്തരം മാത്രമേ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടാനുള്ള മാർഗവും ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിലേക്ക് കുടുക്കുക. കുറച്ചു കാലമെങ്കിലും നമ്മൾക്ക് ഒരു മാനസിക സന്തോഷമെങ്കിലും ലഭിക്കട്ടെ എന്ന് മാത്രമേ ഇതിൽ കൂടി പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.